ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ആദിത്യദാർ സംവിധാനം ചെയ്ത് രൺവീർ സിംഗ്, അർജുൻ രാംപാൽ, മാധവ്, സഞ്ജയ് ദത്ത്, പിന്നെ അക്ഷയകന്നെ അത് തുടക്കത്തിലാണ്, ഇപ്പൊ ഇല്ല, ഇനി ഉണ്ടോ എന്നും കൂടെ അറിയണം. ദുരന്തർ ദ റിവഞ്ചിന്റെ ട്രെയിലർ അവര് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പൊ ആദിത്യദാർ ഒന്നാമത് ദുരന്തറിലെ പോലെ തന്നെ ഈ ദുരന്തർ 2-ലും ദുരന്തർ റിവഞ്ചിലും പണി വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. പിന്നെ ട്രെയിലർ കണ്ടുപോകാം, വാ. हिंदू बहुत ही डरपोक कौम है। ഫസ്റ്റിലെ कूदे भर का जोर लगा लो और बिगाड़ लो जो बिगाड़ सकते हो। हिंदू बहुत ही रहमान डकैत की मौत के बाद लियारी की सड़कों पर खौफ और हरस का माहौल। कई मकामात पर फायरिंग और रॉकेट लॉन्चर के धमाके साफ सुनाई दिए जा रहे हैं। सबसे बड़ा सवाल, रहमान डकैत की मौत के बाद कौन बनेगा लियारी का बादशाह? അപ്പം റഹ്മാൻ ഡക്കയത്ത് പോയല്ലോ, അപ്പൊ ഇനി ലിയാരിയിലെ രാജാവ് ആരായിരിക്കും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് പടം വരുന്നത്. തുടക്കത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോ ഇതില് രൺവീർ സിംഗിന്റെ താണ്ഡവം മസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ദുരന്തറിനേക്കാളും ദുരന്തർ ദ റിവഞ്ചില് വയലൻസ് അധികം ഉണ്ടായിരിക്കും. പക്ഷെ രൺവീറിന് ഒന്നില് നിങ്ങൾക്ക് അറിയാം, ദുരന്തർ സിനിമയിൽ ഒരുപാട് സ്ക്രീൻ സ്പേസ് ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും സ്ക്രീൻ സ്പേസ് ഉള്ള സംഭവം, പ്രസൻസ് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ബട്ട് അതിൽ കൂടുതൽ റഹ്മാൻ ഡക്കാത്തിന്റെ സീനുകളൊക്കെ ആയിട്ട് മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടില് മുങ്ങിപ്പോവാൻ ചാൻസ് ഇല്ല. റിവഞ്ചില് രൺവീർ സിംഗ് കത്തും. സച്ദേവ് മ്യൂസിക് തകർക്കുന്നുണ്ട്. ഈ സീനൊക്കെ കാണിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് കത്തിക്കും രൺവീർ. संजय लो क्यों रहा है लाले? तूने सुना नहीं, जहाँ दर्द है वहाँ मर्द है। संजय दत्त सीन अर्जुन रामपाल हिंदुस्तानी काफिर का सर काटकर तशद्दुद के दस्तरखान पर रखा था मेजर इकबाल ने। अर्जुन रामपाल मेन विलेन। अब एक और हिंदुस्तानी सर काटकर मुरीद के मीनार से लटकाऊंगा। കളി വഷളാവുകയാണ് ഗൈസ്, വഷളാവുകയാണ്. പടം മൊത്തം വയലൻസ് ആയിരിക്കും. എനിക്ക് ഇതോ ഒരു 3 മണിക്കൂർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ട്രെയിലറെ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. മൊത്തത്തില് ഇതിലും അക്ഷയകന്നെ ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. ബട്ട് എനിക്ക് ഫ്ലിപ്രാച്ചി സോങ്ങിന്റെ ഒരു റീപ്രൈസ് രൺവീർ സിംഗ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിലെ കുറച്ച് സീനും ആ ഫ്ലിപ്രാച്ചി ഫസ്റ്റ് ദുരന്തറിലെ റഹ്മാൻ ഡക്കായത്ത് വരുമ്പോൾ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു വെള്ള കുപ്പായിട്ട് ഡാൻസ് കളിക്കുന്നവരൊക്കെ. അപ്പൊ ഇത് രൺവീർ സിംഗിന്റെ ഒരു റിപ്രൈസ് ഡാൻസ് പോലെ ഉണ്ടാവുന്നുള്ള ഒരു ഗസ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അർജുൻ രാംപാലിന്റെ ആ ഒരു വില്ലനിസം, ഇതിലെ അർജുൻ രാംപാലിന്റെ വില്ലനിസം കൊടൂരായിരിക്കും. കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പടം എന്തായാലും തീക്കളിയായിരിക്കും, അതിൽ വേറെ സംശയമൊന്നുമില്ല. അൺനോൺ മെൻ അൺഫോൾഡ്. ईंधन बदला, हौसला ईंधन बदला। കൊഴുപ്പും പടക്കും ദുരന്ത ഒരു എപ്പിക് റിവെഞ്ച്. വെട്ടനെന്താണെന്ന കാര്യം. पाकिस्तान का मुस्तकबिल മേക്കിംഗ് ആണ്. अब हिंदुस्तान तय करेगा। ദുരന്ത റിവഞ്ച്. വെട്ടൻ ഡയറക്ടർ, പ്രൊഡ്യൂസർ ആദിത്യദാർ,
produced with Rohit Pandey, Lokesh Das and Aditya Dar film. 2026 मार्च 19 आपने बतखें तो बड़ी सफेद पाल रखी है अपने फार्म हाउस में या बटक सा रियली वाइट ഇങ്ങനെ ഒരു കോമഡി ഉണ്ട് കേട്ടോ ഒരു പട്ടക്ക. അപ്പൊ ഇതാണ് ദുരന്തർ ദ റിവെഞ്ചിന്റെ ട്രെയിലർ അതിഗംഭീരായിട്ടുണ്ട്, ഒന്നും പറയാനില്ല, വേറെ ലെവൽ ട്രെയിലർ. ഈ പടം മുഴുവൻ ഒരു തീക്കളി തന്നെ ആയിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. വെട്ട് കുത്ത് അടി പിടി ഒരു ഫൺ മോഡും കാണാൻ സാധ്യമൊന്നുമില്ല. ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് മാസ് ആൻഡ് വയലൻസ് പടമായിരിക്കും. ഇത് റേറ്റഡ് വരാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ, അതിൽ വേറെ സംശയമൊന്നുമില്ല. ആൻഡ് ദുരന്തറിൽ രൺവീറിന്റെ ആ ഒരു ഓറയും കാര്യങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്ത ആൾക്കാർക്ക് ഈ സിനിമയിൽ രൺവീർ പക്കയായിട്ട് തരുന്നുണ്ട്. ആൻഡ് ഒരു എന്താ ഒരു പരകായ പ്രവേശനം പോലെ രൺവീർ ഇതിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വൻ രീതിയിൽ തന്നെയാണ് ആദിത്യ ഇതും ചെയ്തെടുക്കുന്നു എന്ന് ആ ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. ആൻഡ് സഞ്ജയ് ദത്തിന്റെ മാസ് സീനുകളും കൊണ്ട് പിന്നെ അർജുൻ രാംപാൽ തന്നെയാണ് എനിക്ക് മെയിൻ വില്ലനായിട്ട് വരുന്നത്. അപ്പോൾ അർജുൻ രാംപാലിന്റെ ആ കൊടൂര വില്ലനിസവും ഉണ്ടാവും, പിന്നെ മാധവന്റെ ആ ഒരു ക്രൂഷ്യൽ റോളുകളും ഉണ്ടാവും. ബട്ട് ഇതിൽ ഞാൻ ഉറ്റുനോക്കുന്ന രൺവീർ സിംഗിന്റെ പെർഫോമൻസ് തന്നെയാണ്. കാരണം തുടക്കത്തിൽ ആദ്യം ദുരന്തറിൽ ഒരു സിനിമ മുഴുവനും, അതായത് രൺവീർ സിംഗിന് സീനുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും സിനിമ മുഴുവനും ക്യാരി ഔട്ട് അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റിയോടെ വന്ന റഹ്മാൻ തക്കാത്തിന്റെ ആ ഒരു സീനാണ്, അക്ഷയ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് അതിലൊന്ന് ഒളിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം രൺവീറിന്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ. ബട്ട് ഗംഭീരമായിരുന്നു, അതിൽ വേറെ സംശയമൊന്നുമില്ല. ബട്ട് രണ്ടാമത്തെ അതായത് ദുരന്തർ 2 ദുരന്തർ ദ റിവെഞ്ചിൽ രൺവീർ സിംഗ് പൊളിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ആ ഒരു എന്താ പറയുക ക്യാരക്ടറായിട്ട് പരകായ പ്രവേശനം തന്നെയായിരിക്കും രൺവീർ ചെയ്യാൻ പോകുന്ന. സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് രൺവീറും. ആ ഒരു വെയിറ്റ് ലോസ് ഉള്ളതായാലും വെയിറ്റ് ആയിട്ടുള്ളതായാലും പാകിസ്ഥാനിൽ കിടന്ന് അഴിഞ്ഞാട് രൺവീർ. ലാസ്റ്റ് പറയുന്നത് ഇനി പാകിസ്ഥാന്റെ വിധി തീരുമാനിക്കുന്നത് ഇന്ത്യ എന്നാണ് അവർ അവസാനിപ്പിക്കുന്നത് ട്രെയിലർ. അപ്പൊ നമ്മൾ കണ്ടുനോക്കാം എന്ത് തന്നെയാണ് ആദിത്യദാർ ദുരന്തർ റിവെഞ്ചിൽ ഒരുക്കിയിട്ടുള്ളതെന്ന്. സത്യം പറഞ്ഞ ആദിത്യദാർ വീണ്ടും എനിക്ക് തോന്നുന്നു ദുരന്തറെ പോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കിട്ടിലൻ ഒരു ബോറടിക്കാത്ത ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നാണ് ട്രെയിലറിൽ വ്യക്തമാവുന്നത്. ആദിത്യദാറിന്റെ ആ ഒരു മേക്കിങ്ങും ആ ഒരു വിഷനൊക്കെ അതിൽ തന്നെ കാണാനുമുണ്ട്. അപ്പൊ പുള്ളി തന്നെയാണ് ഈ സിനിമയുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസറും കൂടെ. അപ്പോൾ ഈ സിനിമയിൽ എങ്ങനെയായിരിക്കും എന്തായിരിക്കും അവിടെ നടക്കാൻ പോകണമെന്ന് എന്തെങ്കിലും ഗസ് നിങ്ങൾക്കുണ്ടോ? ഇനി അവിടുത്തെ രാജാവ് ആര് രൺവീർ സിംഗ് ആകുമോ, അല്ലെങ്കിൽ അർജുൻ രാംപാൽ വന്ന് അടിവയ്ക്കാൻ വരുമോ, അല്ലെങ്കിൽ രൺവീർ സിംഗിന്റെ കൂടെ ഒരു റഹ്മാൻ തക്കാത്തിന്റെ കൂടെ ഒരു വലത് കൈയായിട്ട് ഒരു ആൾ നടപ്പുണ്ട്. അപ്പൊ പുള്ളിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുമോ എന്നുള്ളൊരു സിറ്റുവേഷൻസും ക്യൂരിയസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനിയും എന്തൊക്കെ ഒരു ഹൈജാക്ക് അല്ലെങ്കിൽ എന്തൊക്കെ അറ്റാക്കും കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് കണ്ടു അറിയണം. ബട്ട് മൊത്തത്തില് ട്രെയിലർ ഫസ്റ്റ് സെക്കൻഡ് തൊട്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ വേറെ ലെവല്. ഫ്യൂവല് റിവെഞ്ച് കറേജ് ഫ്യൂവല് റിവെഞ്ച് ധൈര്യമായിട്ടിരിക്കുക, എണ്ണ റിവെഞ്ച് ചെയ്യുക എന്നുള്ള ഒരു സെറ്റപ്പിലാണ് മൊത്തത്തിൽ പടം. റിവെഞ്ചാണ് പടം, തിരിച്ച് മരണം അടിക്കുക എന്നുള്ളതാണ് ട്രെയിലറിലും വ്യക്തമാണ്. ഒരു രക്ഷയില്ലാത്ത ഇജാതി ട്രെയിലർ. ആൻഡ് ഈ സമയത്താണ് ടോക്സിക് റിലീസും മാറ്റിയത്. ദുരന്തർ മാറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ടോക്സിക് മാറ്റിയത് അല്ലേ? ടോക്സിക്കും ദുരന്തറും ഒരേ ദിവസമായിരുന്നു, എന്തുകൊണ്ടാണ് വെറുതെ? എന്തായാലും ദുരന്തർ വരവറിയിച്ചു കഴിഞ്ഞു. സിനിമ ഇനി കണ്ടിട്ട് ബാക്കി പറയാം. എന്തായാലും പക്കാടി പടക്കിൽ ട്രെയിലർ തന്നെയാണ്, മരണമാസ ട്രെയിലർ.